നമസ്കാരം. ഭാരതം ലോകശക്തിയായി കുതിക്കുമ്പോൾ അതിനെ എങ്ങനെയെങ്കിലും തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ചില വിദേശ ശക്തികളുടെയും അവരുടെ ഇന്ത്യൻ ഏജന്റുമാരുടെയും മുഖംമൂടി ഒരിക്കൽ കൂടി അഴിഞ്ഞ് വീണിരിക്കുകയാണ്. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വിവരങ്ങൾ കേവലം രാഷ്ട്രീയ ആരോപണങ്ങളല്ല, മറിച്ച് ഈ രാജ്യം നേരിടുന്ന അതീവ ഗുരുതരമായ സുരക്ഷാ ഭീഷണികളുടെ സൂചനകളാണ്. ശതകോടീശ്വരൻ ജോർജ് സോറോസിന്റെ കൂട്ടാളികളുമായി ചേർന്ന് രാഹുൽ ഗാന്ധി ഭാരതത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന വാർത്ത ഓരോ ദേശസ്നേഹിയെയും ചിന്തിപ്പിക്കേണ്ട ഒന്നാണ്. രാഹുൽ ഗാന്ധി ഇതുവരെ 247 തവണ വിദേശയാത്രകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഒരു ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി എന്ന നിലയിലല്ല, മറിച്ച് ഭാരതത്തെ അന്താരാഷ്ട്ര തലത്തിൽ അപകീർത്തിപ്പെടുത്താനുള്ള അവസരങ്ങൾ തേടിയാണ് അദ്ദേഹം ഈ യാത്രകൾ ഉപയോഗിക്കുന്നത്. വിദേശ സർവകലാശാലകളിലും വേദികളിലും ഇരുന്നു കൊണ്ട് സ്വന്തം രാജ്യത്തെ ജനാധിപത്യത്തെയും ഭരണകൂടത്തെയും തരംതാഴ്ത്തി സംസാരിക്കുന്നത് ഒരു യഥാർത്ഥ ഭാരതീയന് ചിന്തിക്കാൻ പോലുമാകില്ല. എന്നാൽ രാഹുൽ ഗാന്ധിക്ക് ഇത് പതിവ് ശൈലിയാണ്. ഭാരതത്തിന്റെ വളർച്ചയിൽ അസൂയ പൂണ്ട വിദേശ ശക്തികൾക്ക് ഇന്ത്യയെ തകർക്കാൻ രാഹുൽ ഗാന്ധി ഒരു ചരടറ്റ പട്ടം പോലെ വഴങ്ങിക്കൊടുക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യയിലെ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച വ്യക്തിയാണ് ജോർജ് സോറോസ്. അദ്ദേഹത്തിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ പോലുള്ള സംഘടനകളുമായി ബന്ധമുള്ളവരുമായി രാഹുൽ ഗാന്ധി പുലർത്തുന്ന അടുത്ത ബന്ധം അത്യന്തം അപകടകരമാണ്. രാജ്യത്തിനകത്ത് അരാജകത്വം സൃഷ്ടിക്കാനും വിദേശ നിക്ഷേപകരെ ഭയപ്പെടുത്തി ഓടിക്കാനും സോറോസ് നടത്തുന്ന ശ്രമങ്ങൾക്ക് രാഹുൽ ഗാന്ധി കുട പിടിച്ചു കൊടുക്കുകയാണോ? രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ തകർക്കാൻ വിദേശ ഏജന്റുമാർ നൽകുന്ന തിരക്കഥയാണോ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ വായിക്കുന്നതെന്ന ചോദ്യം പ്രസക്തമാണ്. BJP ഉയർത്തുന്ന കോംപ്രമൈസ്ഡ് കോൺഗ്രസ് എന്ന ഹാഷ്ടാഗ് അന്വർത്ഥമാക്കുന്നതാണ് ചരിത്രം. നെഹ്റുവിന്റെ കാലം മുതൽക്കേ വിദേശ താൽപര്യങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കിയ ചരിത്രമാണ് കോൺഗ്രസിൻ്റേത്. UN രക്ഷാസമിതിയിലെ സ്ഥിരാംഗത്വം ചൈനയ്ക്ക് തളികയിൽ വെച്ച് നീട്ടിയ നെഹ്റുവിന്റെ നയമായിരുന്നു. റഷ്യൻ ചാരസംഘടനയായ KGB-യിൽ നിന്ന് പണം കൈപ്പറ്റിയെന്ന ഇന്ദിരാഗാന്ധിക്കെതിരെയുള്ള ആരോപണങ്ങൾ, രാജ്യത്തിന്റെ പ്രതിരോധ രഹസ്യങ്ങൾ വരെ ചോർന്ന ബോഫോഴ്സ് അഴിമതി, ഇതൊക്കെ കാണിക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് എന്നും മുൻഗണന സ്വന്തം കുടുംബത്തിന്റെ താൽപര്യങ്ങൾക്കും വിദേശ യജമാന്മാരുടെ പ്രീതിക്കുമായിരുന്നു എന്നാണ്. രാഹുൽ ഗാന്ധി ഇപ്പോൾ ചെയ്യുന്നത് ആ പാരമ്പര്യം തുടരുക മാത്രമാണ്. ഒരു പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ സർക്കാരിനെ വിമർശിക്കാൻ രാഹുൽ ഗാന്ധിക്ക് അവകാശമുണ്ട്. എന്നാൽ ആ വിമർശനം രാജ്യത്തിന്റെ അടിത്തറ തോണ്ടുന്ന രീതിയിലാകരുത്. സ്വന്തം രാജ്യത്തെ സൈന്യത്തെ അവിശ്വസിക്കുകയും വിദേശ ശത്രുക്കൾക്ക് ആയുധം നൽകുന്ന തരത്തിൽ പ്രസ്താവനകൾ നടത്തുകയും ചെയ്യുന്നത് മാപ്പർഹിക്കാത്ത കുറ്റമാണ്. ഭാരതം ലോകത്തിന്റെ നെറുകയിലെത്തുമ്പോൾ അതിനെ പിന്നിൽ നിന്ന് കുത്താൻ ശ്രമിക്കുന്ന ഇത്തരം വിദേശ ഏജന്റുമാരെ ജനങ്ങൾ തിരിച്ചറിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. മോദി സർക്കാരിന്റെ വികസന കുതിപ്പിനെ നേരിടാൻ ശേഷിയില്ലാതെ വരുമ്പോൾ വിദേശത്തെ ഇരുണ്ട ശക്തികളുടെ സഹായം തേടുന്നത് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ പാപ്പരത്വമാണ് കാണിക്കുന്നത്. രാജ്യസ്നേഹികളായ ഭാരതീയർ ഇത്തരം ഗൂഢാലോചനകളെ വെച്ചു പൊറുപ്പിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. Brought to you by Kerala AIDS Control Society. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.